പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് ചിന്തിക്കാം ഹൗ ടു ചൂസ് റൈറ്റ്. ശരിയായത് എങ്ങനെ തിരഞ്ഞെടുക്കാം? എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു പിയർ പ്രഷറിനെ പറ്റി. ഒരു സുഹൃത്ത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ നമ്മൾ പിയർ പ്രഷറിലാവും. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരും: ഇത് ശരിയായ കാര്യമാണോ? അത് വളരെ വിലപ്പെട്ടതാണ്. കാരണം അത് നമ്മെ തെറ്റിൽ നിന്ന് രക്ഷിക്കും. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ദൈവം നമ്മെ സഹായിക്കാൻ കൂടെയുണ്ട്. അതുകൊണ്ട് നാം ചെയ്യുന്നത് ശരിയാണോ എന്ന് തിരഞ്ഞെടുക്കാൻ ലളിതമായ മൂന്ന് മാർഗങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഒന്നാമതായി, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു എന്ന് ചിന്തിക്കുക. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: കള്ളം പറയരുത്, മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്, എപ്പോഴും നല്ലത് ചെയ്യുക. ഈ ദൈവവചനത്തിന് എതിരായ കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് ചെയ്യരുത്. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119 അധ്യായം 105 വാക്യം: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകും. ഈ വചനം നമ്മെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഇരുട്ടുള്ളപ്പോഴും ദൈവവചനം നമുക്ക് പ്രകാശമാണ്. രണ്ടാമതായി, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദം മൃദുവായി സംസാരിക്കും: കുഞ്ഞെ, നീ ചെയ്യുന്നത് ശരിയല്ല. ഈ ശബ്ദം എന്താണെന്നറിയാമോ? അത് ദൈവം നമുക്ക് നൽകിയ മനസാക്ഷിയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു എന്ന്. തെറ്റായ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഈ ശബ്ദം നമ്മെ തെറ്റിൽ നിന്ന് തടയാൻ ശ്രമിക്കും. മൂന്നാമതൊരു ചോദ്യം കൂടി: ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാവർക്കും മുന്നിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ ഈ കാര്യം ചെയ്താൽ എൻ്റെ ടീച്ചറിന് അല്ലെങ്കിൽ എൻ്റെ അധ്യാപകർക്ക് സന്തോഷമാകുമോ? എൻ്റെ മാതാപിതാക്കൾക്ക് അഭിമാനമാകുമോ? അതോ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും നാണക്കേടാകുമോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം വെളിച്ചത്തിൽ ചെയ്യാൻ കഴിയാത്തതാണ് എങ്കിൽ അത് ഒരിക്കലും ചെയ്യരുത്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ എന്തു പറയുന്നു? എൻ്റെ മനസാക്ഷി എന്നോട് എന്തു പറയുന്നു? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വെളിച്ചത്തിൽ ചെയ്യാൻ കഴിയുമോ? മറവില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയുമോ? പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എപ്പോഴും സുരക്ഷിതമായി നമ്മെ നയിക്കാൻ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം: ബൈബിൾ, കോൺഷ്യൻസ്, ലൈറ്റ്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം എന്തു പറയുന്നു? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി എൻ്റെ മനസാക്ഷി എന്തു പറയുന്നു? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വെളിച്ചത്തിൽ ചെയ്യാൻ പറ്റുന്നതാണോ? ഇനി ഈ പിയർ പ്രഷറിന്റെ സാഹചര്യങ്ങളിൽ നിങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരോട് ധൈര്യമായി നോ പറയാൻ പറ്റും. വീണ്ടും അവർ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയാൽ അവിടെ നിന്ന് മാറി നിൽക്കുക. ഈ മാറി നിൽക്കുന്നത് ഒരിക്കലും ഒരു ബലഹീനതയല്ല, അതൊരൊറ്റപ്പെടലുമല്ല. നമ്മുടെ ധൈര്യത്തോടെ നാം എടുക്കുന്ന ഒരു തീരുമാനമാണ്. അവിടെ മറ്റാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടാവും. കാരണം നമ്മൾ തിരഞ്ഞെടുത്തത് ശരിയാണ്. അവിടെ ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ഉയർത്തും. നമ്മൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ എപ്പോഴും നമ്മളെ ദൈവത്തിനോട് അടുപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ചീത്ത കൂട്ടുകെട്ടുകൾ പതിയെ പതിയെ നമ്മളെ തെറ്റിലേക്ക് നയിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ നോമ്പ് കാലത്ത് പിയർ പ്രഷറിനോട് നോ പറഞ്ഞ് ശരിയായ കാര്യങ്ങളെ 3 രീതിയിൽ തിരഞ്ഞെടുക്കാം: ബൈബിൾ, കോൺഷ്യൻസ്, ലൈറ്റ്. ഈ 3 കാര്യങ്ങളും ഓർത്ത് ശരിയായതിനെ തിരഞ്ഞെടുക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ നോമ്പ് കാലത്ത് പഠിച്ചതുപോലെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള കുഞ്ഞുങ്ങളായി നമുക്ക് വളരാം.